എല്ലാവർക്കും നമസ്കാരം. ആഹാരം കഴിച്ച ഉടനെ വയറ് വീർക്കൽ, ഗ്യാസ് കെട്ടിക്കിടന്ന് നെഞ്ചുവരെ ഭാരമായി തോന്നൽ, പുളിച്ചു തികട്ടൽ, വിശപ്പില്ലായ്മ, ഇങ്ങനെ വയറിന്റെ പ്രശ്നങ്ങൾ പലരെയും ദിവസവും അലട്ടാറുണ്ട്. ഇത്തരം അവസ്ഥകളിൽ നമ്മുടെ അടുക്കളയിൽ തന്നെ പരിഹാരമുണ്ട്. അതാണ് ചെറിയ ജീരകം. ദിവസവും പല വീടുകളിലും കുടിക്കുന്ന ജീരകവെള്ളം വെറുമൊരു ദാഹശമനി മാത്രമല്ല, വയറിലെ ഗ്യാസ്, അസിഡിറ്റി, ദഹനക്കേട്, വയറ് വീർപ്പ് എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഔഷധമാണ്. ജീരകത്തിന്റെ ആരോഗ്യ ഗുണങ്ങളും ജീരകം ഉപയോഗിച്ച് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലികളെ പറ്റിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും നോക്കാം. ജീരകം ഉമിനീർ ഗ്രന്ഥിയെയും ദഹനരസങ്ങളെയും ഉത്തേജിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഭക്ഷണം വേഗത്തിൽ ദഹിക്കാനും വയറിൽ ഗ്യാസ് കെട്ടുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കും. ദഹനക്കേട്, ഗ്യാസ്, വയറുവേദന, ഓക്കാനം എന്നിവ ഉള്ളപ്പോൾ ജീരകം നല്ലതാണ്. ജീരകവെള്ളം മെറ്റബോളിസം മെച്ചപ്പെടുത്താൻ സഹായിക്കും. പക്ഷേ ജീരകവെള്ളം മാത്രം കുടിച്ചാൽ തടി കുറയും എന്ന് കരുതരുത്. ജീരകത്തിൽ ഇരുമ്പ് സത്തും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരത്തിന് ഉന്മേഷവും പ്രതിരോധ ശേഷിയും നൽകാൻ സഹായിക്കും. കൂടാതെ ജീരകത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും നല്ലതാണ്. മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വീട്ടുവൈദ്യങ്ങളിൽ ജീരകം ഉപയോഗിക്കാറുണ്ട്. ഗ്യാസ് ട്രബിളിനും വയറു വീർപ്പിനും 1 ടീസ്പൂൺ സാധാരണ ജീരകം 1 ഗ്ലാസ് വെള്ളത്തിലിടുക. ഇത് നന്നായി തിളപ്പിച്ച് പകുതിയായി വറ്റിക്കുക. ഇത് ചെറു ചൂടോടെ കുടിക്കാം. വയറിലെ ഗ്യാസ്, വയറുവീർപ്പ്, വയറുവേദന എന്നിവ കുറയ്ക്കാൻ ഇത് സഹായിക്കും. അസിഡിറ്റിക്കും നെഞ്ചെരിച്ചിലിനും ഒരു ചെറിയ കഷ്ണം ശർക്കരയും അല്പം പച്ച ജീരകവും ചേർത്ത് ഭക്ഷണത്തിന് ശേഷം ചവച്ച് കഴിക്കാം. നെഞ്ചെരിച്ചിൽ, പുളിച്ചു തികട്ടൽ, അസിഡിറ്റി എന്നിവ ശാന്തമാക്കാൻ ഇത് നല്ലതാണ്. വരണ്ട ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കും ജീരകം ചെറുതായി വറുത്ത് പൊടിക്കുക. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി 1 ടീസ്പൂൺ തേനിൽ ചേർത്ത് കഴിക്കുക. ഇത് തൊണ്ടയിലെ അസ്വസ്ഥതയും വരണ്ട ചുമയും കുറയ്ക്കാൻ നല്ലതാണ്. ആർത്തവ വേദന കുറയ്ക്കാൻ 1 ടീസ്പൂൺ ജീരകം ചതച്ചതും അല്പം കരിപ്പട്ടിയും ചേർത്ത് വെള്ളത്തിൽ തിളപ്പിക്കുക. ഇത് ചെറു ചൂടോടെ കുടിക്കാം. ആർത്തവ സമയത്തുണ്ടാകുന്ന അടിവയറ്റിലെ വേദനയും പേശി മുറുക്കവും കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഉറക്കമില്ലായ്മയ്ക്ക് ഒരു പഴുത്ത പഴം നന്നായി ഉടച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടി ചേർത്ത് രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. ഇത് മനസ്സിന് ശാന്തത നൽകുകയും ഉറക്കത്തിന് സഹായിക്കുകയും ചെയ്യും. മുലപ്പാൽ വർദ്ധിക്കാൻ ജീരകം ചെറുതായി വറുത്ത് പൊടിക്കുക. ഇത് പശുവിൻ പാലിലോ ചെറുചൂട് വെള്ളത്തിലോ കൽക്കണ്ടം ചേർത്ത് രാത്രി കുടിക്കാം. പ്രസവിച്ച അമ്മമാരിൽ മുലപ്പാൽ വർദ്ധിക്കാൻ ഇത് വീട്ടുവൈദ്യമായി ഉപയോഗിക്കാറുണ്ട്. കുട്ടികളിലെ വിരശല്യത്തിനും വയറിളക്കത്തിനും ജീരകം വറുത്തു പൊടിച്ച് അല്പം മോരിൽ കലക്കി ചെറിയ അളവിൽ നൽകാം. വയറിലെ ക്രിമിശല്യം, ദഹനക്കേട് മൂലമുള്ള വയറിളക്കം എന്നിവയ്ക്ക് ഇത് നല്ലതാണ്. തലകറക്കത്തിനും ഛർദിക്കും ജീരകവും മല്ലിയും സമമായി എടുത്ത് വെള്ളത്തിൽ തിളപ്പിക്കുക. ഇത് തണുത്ത ശേഷം കുടിക്കാം. ശരീരത്തിലെ അമിതമായ ചൂട്, പിത്തം, വായ കയ്പ്, ഓക്കാനം എന്നിവ കുറയ്ക്കാൻ ഇത് നല്ലതാണ്. ദിവസവും 1 മുതൽ 2 ടീസ്പൂൺ വരെ ജീരകം ഉപയോഗിക്കുന്നത് സാധാരണയായി സുരക്ഷിതമാണ്. പക്ഷേ പൊടിയായി ഉയർന്ന അളവിൽ ദിവസങ്ങളോളം കഴിക്കുന്നത് ഒഴിവാക്കണം.